എന്റെ നെഞ്ചിൽ തീ കോരിടാൻ പോകുന്നു അറിഞ്ഞപ്പോ എന്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അവനെയും അവളെയും അവന്റെ കാര്യത്തിൽ ദൈവം എന്നോട് കരുണ കാണിച്ചു. കോറയിലിട്ട് കൊന്നു മലർത്തി അവനാരോ. പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനത്തിന് സമയം ചോദിക്കാൻ അമല പോയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോ സിസ്റ്റർ അമലയ്ക്ക് ഒറ്റ രാത്രിയുടെ ആയുസ് മാത്രം മതി ഞാൻ കാർലോസിനോട് പറഞ്ഞു. രാത്രി പാപ്പി ഒരിക്കൽ വഴിയിലൂടെ കടഞ്ഞെന്ന് കാർലോസ് സിസ്റ്ററെ കൊന്ന് കിണറ്റിൽ വലിച്ചെറിഞ്ഞു. അന്വേഷണം ശക്തി കൂടിയപ്പോ തെളിവുകൾ അച്ഛന് നേരെ പതുക്കെ പതുക്കെ ക്രിയേറ്റ് ചെയ്തു വെച്ചു കാർലോസ്. എന്താ തൊണ്ട വരളുന്നുണ്ടോ മാമച്ച? ദൈവം കുടിച്ചേ. ഇനി എനിക്ക് ഇങ്ങനെ ശിഷ്യനില്ല. കൈരളി കോൺഗ്രസ് ഇങ്ങനെ മെമ്പറും ഇല്ല പണിക്കരെ. എഴുതി തള്ളി ഞാൻ അവനെ. മാപ്പ്. മുന്നോട്ട് വെച്ച ഓരോ കാലടിക്കും താഴെ മുള്ളു വതറിയതിന്, അപമാനിച്ചതിന്, നേര് കണ്ടുപിടിച്ചത് എന്റെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല പണിക്കരെ. മാമല മാമച്ചന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? വേറെന്ത് പറയാനാ എന്റെ പണിക്കരെ? കൊണ്ടുപോയി കഴിവിലേറ്റ് അകത്ത് കിടക്കുന്ന മഹാഭാവിയെ കൂടെ നടന്നെന്റെ അടിവേരുമോന്താ നോക്കിയവനവൻ. എന്റെ മാതാവേ, ഞാൻ എന്തോന്നായി കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. പാവം കാളിയാറച്ചൻ. ആദ്യം ഐ ജെ ജെയിംസ് കുട്ടി, പിന്നെ പോളച്ചൻ, ഒടുക്കത്തെ മോനായി. എണ്ണേണ്ടത് മാമച്ചനല്ല, ഒടുക്കത്തേത് മോനായിയുമല്ല. അന്ന് അരമന മുറ്റത്ത് വെച്ച് തന്നോട് ഞാൻ പറഞ്ഞു, ഒന്നൊന്നായി എണ്ണിക്കൊണ്ട് എല്ലാം ഞാൻ തീർത്തു കിട്ടും, അതിൽ ഒടുക്കത്തേതാവാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോളാൻ. നീ പിന്നെയും ചൊറിഞ്ഞു ചൊറിഞ്ഞ് എന്റെ മേത്തോട്ട് കയറുകയാണല്ലേ. എടാ, അവനെല്ലാം സമ്മതിച്ചില്ലേ, എല്ലാം ഏറ്റു പറഞ്ഞില്ലേ, പിന്നെ നിനക്കെല്ലാത്തിനും സൂക്കേടാ. തലതൊട്ടപ്പന്റെ ജീവൻ രക്ഷിക്കാൻ മാനസപുത്രന്റെ ആത്മാഹൂതി. എന്താ അങ്ങനെ ആയിക്കൂടെ? കരുതിയിരുന്നോ മാമച്ച? എന്റെ പേരവൻ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ നീ എനിക്ക് ടൊലത്തും. ഒന്ന് പോണേ ഇറക്ക. നിക്കടാ അവിടെ. ഇയാളെ അറിയോ? ഇവനാരാ? കണ്ട ചെമ്മാനും ചെരുപ്പൂത്തൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? ചെമ്മാനും ചെരുപ്പൂത്തിയൊക്കെ മറ്റൊരു ചെമ്മാനും ചെരുപ്പൂത്തിക്ക് തിരിച്ചറിയാൻ കഴിയും. മാമച്ചന് പറ്റും. ഒന്ന് ഓർത്ത് നോക്കി. ഓർക്കാനൊന്നുമില്ല. എനിക്ക് ഇവനെ അറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഇപ്പോഴോ? ഓർമ്മ വരുന്നുണ്ട്. മാമച്ചന്റെ ഫാം ഹൗസിൽ വെച്ച് നടത്തിയ ആഘോഷത്തിന്റെ സാക്ഷിപത്രമാണിത്. നൗ സ്പിറ്റ് ദ ട്രൂത്ത്. ഇപ്പൊ പിടി കിട്ടി. ഇവനാ മോനായിയുടെ ഫ്രണ്ടാ. ബോംബെയിലെ മട്ടൺ എക്സ്പോർട്ടറാ. ഇവന് പുതിയൊരു എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിയപ്പോ അതിന്റെ ഒരു ആഘോഷം നടന്നു. മോനായി നിർബന്ധിച്ചപ്പോ ഞാൻ അവിടം വരെ പോയി തല കാണിച്ച് തിരിച്ചു പോരുകയും ചെയ്തു. അല്ലാതെ ഓർത്തു വെക്കാൻ മാത്രം ബന്ധമൊന്നും ഞാനും അവനുമായിട്ടില്ല. സർ, ഐനിക്കര സ്റ്റേഷനിൽ നിന്ന് മെസ്സേജ്. കാർലോസ് രക്ഷപ്പെട്ട ജീപ്പ് കണ്ടെത്തി. താങ്ക്സ് മൈ ലോർഡ്. നേരൊന്നേ ഉള്ളൂ മാമച്ച. അത് പറയാതിരിക്കാൻ മാമച്ചന് ശ്രമിക്കാം, പറയിപ്പിക്കാൻ ഞാനും. കാർലോസ് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ജീപ്പ് ഇത് തന്നെയാണ് സർ. ഒന്നുകിൽ അവൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിനിടയ്ക്ക് വല്ല ആക്സിഡന്റും. നോനോ, ആദ്യം പറഞ്ഞതിന് തന്നെയാണ് സാധ്യത. പക്ഷേ ഈ പോലീസ് ജീപ്പ് അവനെങ്ങനെ കിട്ടി? ഇത് റിസർവ് ക്യാമ്പിലെ ജീപ്പ് തന്നെയാണല്ലോ, ഉറപ്പല്ലേ? അതെ സാർ, കഴിഞ്ഞ ആഴ്ച ഓപ്ഷനിൽ വിറ്റ ജീപ്പായത്. യെസ്. ഈ ജീപ്പ് ലേലത്തിൽ പിടിച്ചത് ആരാണ്? ഇവനാണ് സാറേ പുള്ളി. പോലീസിലെ ആക്രി സാധനങ്ങൾ തൂക്കിയെടുക്കുന്നവൻ. തുരുമ്പ് ചുമ്മാ.
ഈ തുരുമ്പ് ഒരു തുമ്പാവും സാർ. ചുമ്മാറിന്റെ തുമ്പിൽ പിടിച്ച് ചുമ്മാ ഒന്ന് ഞെരടിയാൽ തുരുമ്പും ക്ലാവ് ഇളകി ചെമ്പ് പുറത്തു വരും. വേണ്ട വേണ്ട. ദാ, ഇവനുമായിട്ട് തനിക്ക് എന്താ ബന്ധം? എനിക്കൊരു ബന്ധമില്ല സാറേ. ഈ പാട്ടയ്ക്ക് 50,000 തരാന്ന് പറഞ്ഞപ്പോ ഞാൻ മറ്റൊന്നും ചോദിച്ചില്ല. പിന്നെ IG ജെയിംസ് ചർച്ചിലാണെന്ന് പറഞ്ഞപ്പോ എടുത്തങ്ങ് കൊടുത്തു. അതെ സാർ. ആ. എവിടെ വെച്ചാ ഈ ജീപ്പ് അയാൾക്ക് കൈമാറിയത്? ആണ്ടിക്കടയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഉം. ഞാൻ അവിടെ ജീപ്പാട്ടി വന്നപ്പോ കാശുമായിട്ട് ഇയാളുണ്ട്. ആണ്ടിക്കടവിൽ തന്നെ കൊണ്ടുചെല്ലണമെന്ന് പറയാൻ കാരണം? എനിക്കറിയത്തില്ല സാറേ. താമസം എവിടെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോ അക്കരെയാണെന്നാ പറഞ്ഞേ. അൻവർ സർ, എവിടെയാണ് ഈ ആണ്ടിക്കടവ്? ഇത് വലിയ ആൾസഞ്ചാരമില്ലാത്ത കടവാണ് സാർ. ഇവിടെ നിന്ന് അവൻ എങ്ങോട്ട് പോയി? സാർ, കാർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോ അക്കരെ കോലി തൊഴാൻ പോയ ആരുടെങ്കിലും ആയിരിക്കും. ഇക്കരെ നിന്ന് സമയം കളയാതെ എത്രയും പെട്ടെന്ന് അക്കരെ ചാടുന്നതല്ലേ സാർ നല്ലത്? ഹേയ് വേണ്ട കർത്താവേ, നമ്മൾ ഇക്കരെ തന്നെ നിന്നാണ്. നമുക്ക് വേണ്ടതെല്ലാം ഇക്കരയ്ക്ക് ഒഴുകി ഒഴുകി വരും. സ്റ്റേ മാധവി. ഉം. പണ്ടൊരു LLB കയ്യിലുള്ളതുകൊണ്ട് എല്ലൊരെണ്ണം കൂടുതലായിരുന്നു. പിന്നെ കോടതി ഇടപെട്ട് അവളുടെ സന്നദ്ധ എടുത്തു കളഞ്ഞു. ഉം. ബട്ട് ഹൈലി ഇൻഫ്ലേമബിൾ. തൊട്ടാ പൊള്ളും. ഓ, ഇപ്പൊ ടൂറിസം കമ്മിറ്റി കിടന്ന് സിറ്റി കൂടെ തേരാപാര കപ്പലോടിക്കുക. ഓടിച്ചോടിച്ച് ഹൗസ് ബോട്ട് 3 സ്വന്തമാക്കി. ഓ, കൊക്കോക്കോള കുടിച്ചോണ്ടാ വരുന്നത്. ഞങ്ങളൊന്ന് മുട്ടിക്കോട്ടെ സാർ. ഉം. ചെല്. ഇത്താത്തെ അനിയത്തിപ്രാവുകൾ ഇവിടെ പോയിരുന്നു. ഓ, അക്കരെ കുളിച്ചു തൊഴാൻ പോയതായിരിക്കും അല്ലേ? അയ്യോ, ഞങ്ങൾ അക്കരെ തൊഴാൻ പോയെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? മോന്തയിലെ പ്രസാദം കണ്ടാ പോരെ മാധവി? ആരായിരുന്നത് ഇന്നത്തെ ദേവൻ? എടോ, ആളെ മനസ്സിലാക്കാതെ എടി പൊടിന്ന് വിളിച്ചാലുണ്ടല്ലോ കാക്കി ചുളുങ്ങും. തനിക്കെന്നെ പവർ അറിയില്ല. ഉള്ള പൊടിയരി മോളെ, അവളൊരു പവർ വരയ്ക്കുന്നോടി. ആർക്ക് പൂജിക്കാൻ കൊണ്ടുപോയതാടി ഈ പൂക്കളെ? പറയടി. ഭക്തർക്ക് പ്രസാദമായി കൊക്കക്കോള തരുന്ന ദൈവം ആരാണ് മാധവി? ഇവന്റെ നെഞ്ചത്താണോ നീ കെട്ടുവള്ളം കെട്ടിയിരിക്കുന്നത്? യെസ്. നോ, ഇയാളല്ല. യെസ്, ടേക്ക് ഇറ്റ്. हाँ सेठ जी, क्या खबर है? मैं कार्लोस बोल रहा हूँ. हाँ बोलो. मैं वापस आ रहा हूँ. इधर का काम खत्म हो गया. Come on. अरे सेठ जी, मेरे बात तो सुनो ना. हाँ.
സർ നിയമവിരുദ്ധമായിട്ടാണ് അവനെ ഞങ്ങൾ സാറിനെ കാണിക്കുന്നത്. പണിക്കർ സാറിന്റെ ഓൺ റിസ്കിൽ ഒരു സീൻ ഉണ്ടാക്കരുതേ. അവനെവിടെ? കാർലോസ്. മതി. ഇതാണ് കാർലോസ്, കാളിയാറച്ചന്റെ നെഞ്ചിൽ വാടക കത്തി താഴ്ത്തിയവൻ. എടാ ദ്രോഹി, എടാ നിന്നോടൊക്കെ എന്റെ കുഞ്ഞെന്ത് ദ്രോഹമാടാ ചെയ്തത്? നിന്നെ വിട്ട് അച്ഛനെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിയത് ആരാ? എനിക്കവനെ വേണം. പറയടാ, പറ, ആരാ നിന്റെ പിന്നിൽ? വിടെ, വിടെ. സർ, ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം. ഇവന്റെ ഉത്തരങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ പണിക്കരെ? എന്റെ നഷ്ടം ഇല്ല. ഈ ഭൂമിയിൽ എന്നെ പോലെ ശപിക്കപ്പെട്ടവനായിട്ട് ആരുമില്ല പണിക്കരെ. എനിക്കിനി ആരുണ്ട്? സാർ വരണം. ബോംബെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയതാരാ? മോനായി എന്തിന്? ഇവിടെ ഇത്തിരി വേലയുണ്ടെന്ന് പറഞ്ഞു. ഓഹോ, എന്തൊക്കെയായിരുന്നു ആ ഇത്തിരി വേലകൾ? രാജു എന്നൊരു പഴയ ഗുണ്ടയും പിന്നെ ഒരു കന്യാസ്ത്രീ കൊച്ചിനെയും തീർത്തു തരണമെന്ന് മോനായി എന്നോട് ബോംബെ വന്ന് പറഞ്ഞു. എന്ത് ആപത്ത് വന്നാലും രക്ഷിച്ചോളാന്നും പറഞ്ഞപ്പോ ഞാൻ അവന്റെ കൂടെ കയറി ഇങ്ങ് പോന്നു. വക്കീൽ സിസ്റ്റർ ഒളിപ്പിച്ചു വെച്ചിരുന്ന രാജുവിനെ പാപ്പി കാണിച്ചു തന്നെങ്കിലും എനിക്ക് മുമ്പേ ആരോ അവനെ കൊന്ന് ക്വാറി കൊണ്ടുപോയി ഇട്ടിരുന്നു സാറേ. കന്യാസ്ത്രീ ആയതുകൊണ്ട് അവരെ കയ്യിൽ ഒത്തു കിട്ടാൻ ഇത്തിരി പാടായിരുന്നു. ആ ദിവസങ്ങളിലൊന്നും കന്യാസ്ത്രീ പെണ്ണ് മടത്തിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. അതുകൊണ്ടാ പാപ്പിയെയും കൂട്ടി മടത്തി തന്നെ കയറി കൊല്ലാൻ ഞാൻ തീരുമാനിച്ചത്.